സ്പോർട്സ് റേഡിയോ മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കായിക ലോകത്തിലെ പുത്തൻ വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ എത്തിയിരിക്കുന്നത്. ഇന്നത്തെ ആദ്യത്തെ അപ്ഡേറ്റ് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 2024 വരാനിരിക്കുന്ന പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ സംഘത്തോടൊപ്പം 13-അംഗ സ്പോർട്സ് സയൻസ് എക്സ്പെർട്ട് പാനലിനെയും വിടാൻ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ തീരുമാനിച്ചു. ദിൻഷോഫ് പാരഡിവാല നേതൃത്വം നൽകുന്ന പാനലിൽ 2 ഫിസീഷ്യൻസ്, 3 ഇഞ്ചുറി മാനേജ്മെന്റ് പ്രൊഫഷണൽസ്, 3 സ്പോർട്സ് ഫിസിയോതെറാപ്പിസ്റ്റ്, 2 സ്പോർട്സ് മസൂസ്, 2 മെന്റൽ കണ്ടീഷനിങ് എക്സ്പെർട്ട്, 2 ന്യൂട്രീഷണലിസ്റ്റ്, 1 സ്ലീപ്പ് തെറാപ്പിസ്റ്റും എന്നിവരുമുണ്ട്. ഇന്നത്തെ അടുത്ത അപ്ഡേറ്റ് ഇന്ത്യ വേഴ്സസ് സിംബാബ്വെ മത്സരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഹരാരയിൽ നടന്ന ആദ്യ T20യിൽ ഇന്ത്യയെ 13 റൺസിന് തോൽപ്പിച്ച് സിംബാബ്വെ 5 മത്സര പരമ്പരയിൽ 1-0 മുന്നിലെത്തി. ടോസ് നേടിയ ഇന്ത്യൻ ക്യാപ്റ്റൻ ഗിൽ സിംബാബ്വെയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. നിശ്ചിത 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ സിംബാബ്വെ 115 റൺസ് എടുത്തു. ഇന്ത്യയ്ക്കു വേണ്ടി രവി ബിഷ്ണോയി 4 വിക്കറ്റ് നേടി. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യയ്ക്കു വേണ്ടി ക്യാപ്റ്റൻ ഗില്ലും വാഷിംഗ്ടൺ സുന്ദറും പൊരുതിയെങ്കിലും ഇന്ത്യൻ പോരാട്ടം 102 റൺസിൽ അവസാനിച്ചു. 17 റണ്ണും 3 വിക്കറ്റും നേടിയ സിംബാബ്വെ ക്യാപ്റ്റൻ റാസയാണ് കളിയിലെ താരം. അടുത്ത മത്സരം ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 4:30-ക്ക്. ഇന്നത്തെ അടുത്ത അപ്ഡേറ്റ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമുമായി ബന്ധപ്പെട്ടതാണ്. ശ്രീലങ്കയിൽ ആരംഭിക്കാൻ പോകുന്ന ഏഷ്യൻ കപ്പിനുള്ള 15-അംഗ ഇന്ത്യൻ വനിതാ ടീമിനെ BCCI പ്രഖ്യാപിച്ചു. ഹർമൻപ്രീത് കൗർ ടീമിനെ നയിക്കുമ്പോൾ സ്മൃതി മന്ദാനയാണ് ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ. മലയാളികളായ ആശാ ശോഭനയും സഞ്ജന സജീവനും ടീമിൽ ഇടം നേടിയിട്ടുണ്ട്. ജൂലൈ 19-ന് പാകിസ്ഥാനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യത്തെ മത്സരം. ഇന്നത്തെ അവസാനത്തെ അപ്ഡേറ്റ് ഫുട്ബോളുമായി ബന്ധപ്പെട്ടതാണ്. കോപ്പ അമേരിക്കയിലും യൂറോ കപ്പിലും സെമി ചിത്രം തെളിഞ്ഞു. യൂറോ കപ്പിൽ ആദ്യത്തെ സെമിയിൽ ബുധനാഴ്ച സ്പെയിൻ ഫ്രാൻസിനെ നേരിടും. രണ്ടാം സെമിയിൽ വ്യാഴാഴ്ച ഇംഗ്ലണ്ട് നെതർലാൻഡ്സിനെയും. കോപ്പ അമേരിക്കയിൽ ബുധനാഴ്ച അർജന്റീന കാനഡയെ നേരിടും. വ്യാഴാഴ്ച നടക്കുന്ന രണ്ടാം സെമിയിൽ ഉറുഗ്വേയുടെ എതിരാളികൾ കൊളംബിയയാണ്. കായിക ലോകത്തിലെ പുതിയ വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ബൈ ബൈ, ടേക്ക് കെയർ.